മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന് എം.എൽ.എമാരുടെ പിന്തുണ എന്ന് അവകാശപ്പെടുന്നു. 46 എം.എൽ.എമാർ കെ.സിയെ പിന്തുണച്ചപ്പോൾ 8 എം.എൽ.എമാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. വെറും 6 എം.എൽ.എമാർ മാത്രമാണ് വി.ഡി. സതീശനെ പിന്തുണച്ചത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നിലവിലിപ്പോൾ ഏതു രീതിയിലുള്ള ഒരു സമവായത്തിലെത്തും എന്നുള്ളതാണ് കാണേണ്ടത്. അതായത് AICC അധ്യക്ഷന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടി എന്നുള്ള രീതിയിൽ പൊതുജന വികാരം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ MLA-മാരുടെ നമ്പർ കണക്കാക്കി തനിക്ക് കൂടുതൽ അവകാശവാദം ഉന്നയിക്കാം, അല്ലെങ്കിൽ തനിക്കാണ് സാധ്യത എന്ന് കെ.സി. പറയുമ്പോൾ വി.ഡി. സതീശൻ എതിർക്കുകയാണെങ്കിൽ തന്നെ അതേതു രീതിയിൽ സമവായത്തിലെത്തിക്കാനും അല്ലെങ്കിൽ ഈ തർക്കമില്ലാതെ പോകത്തക്ക രീതിയിലേക്ക് പറഞ്ഞു മനസ്സിലാക്കത്തക്കവണ്ണം AICC എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. രോഹിണി, ഒരു തരത്തിലുള്ള സമവായത്തിലേക്കും തൽക്കാലത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം AICC നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനൊരു വ്യക്തിക്ക് ഒരു ക്രൈറ്റീരിയ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ ക്രൈറ്റീരിയ വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന ചോദ്യമാണ് നേതാക്കൾക്കിടയിൽ അമർഷമായി ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ജനവികാരം കണക്കാക്കുമ്പോൾ അത് MLA-മാരുടെ ഏറ്റവും കൂടുതൽ അനുകൂലമായി MLA-മാർ ആരെയാണോ അനുകൂലിക്കുന്നത് ആ MLA-മാരുടെ വികാരത്തിനൊത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കെ.സി. വേണുഗോപാൽ ഈ നിരീക്ഷകർക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. തൻ്റെ കൂടെ ഇത്രയും MLA-മാർ ഉണ്ട് എന്ന നിലപാടാണ് കെ.സി. വേണുഗോപാൽ നിരീക്ഷകർക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, പക്ഷേ രമേശ് ചെന്നിത്തല ഈ കെ.സി. വേണുഗോപാൽ പറഞ്ഞ ആ ഒരു നമ്പർ 46 എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല അതിൽ കൂടുതൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പറയുന്നത് തൻ്റെ കൂടെ ഇപ്പോൾ 22ഓളം MLA-മാർ ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെടുകയാണ്. പക്ഷേ അത് ഏറ്റവും പുതുതായി വന്ന കണക്കാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് AICC ഒരു ക്രൈറ്റീരിയ പ്രഖ്യാപിക്കാതെ ഇതിലൊരു അന്തിമമായ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കുകയില്ല. അതേസമയം നിരീക്ഷകർക്ക് മുന്നിലുള്ള രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ടാസ്കായി നിലനിൽക്കുന്നത്, ഒന്ന്, ഏറ്റവും കൂടുതൽ MLA-മാർ ആർക്ക് അനുകൂലമായി സംസാരിച്ചു. രണ്ടാമത് വരുന്നത് ഘടകകക്ഷി നേതാക്കളുടെ നിലപാട് എന്താണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ഇതിൽ പ്രധാനമായ UDF-ലെ പ്രധാന ഘടകകക്ഷി. ഈ ഘടകകക്ഷിയായ ലീഗ് വ്യക്തമാക്കുന്നത് വി.ഡി. സതീശന് അനുകൂലമായ സാഹചര്യം ഒരുക്കണം, വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയായി എത്തേണ്ടത് എന്നതാണ് ലീഗിൻ്റെ നിലപാട്. പക്ഷേ അതേസമയം തന്നെ മറ്റു ഘടകകക്ഷികളുടെ നിലപാട് ഇതുവരെയും അവർ പരസ്യമാക്കിയിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ 3 പ്രമുഖ നേതാക്കളും കെ.സി. വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഒപ്പം വി.ഡി. സതീശനും ശക്തമായി തന്നെ തങ്ങൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് തങ്ങൾക്ക് എത്തിയേ മതിയാകൂ എന്ന നിലപാട് നേതൃത്വത്തെ വ്യക്തമാക്കി അറിയിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് സണ്ണി ജോസഫ്, ഞാൻ നിൽക്കുന്ന ഈ KPCC ആസ്ഥാനത്തിന് മുൻപിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകാൻ കഴിയുന്നില്ല എന്നതാണ്. ഒപ്പം തന്നെ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്, AICC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളും, AICC-യിലാണ് നിലപാട് തീരുമാനിക്കേണ്ടത് എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ഞായറാഴ്ച ഈ 3 മുഖ്യമന്ത്രി പദത്തിനെ ചൊല്ലി അടിപിടി കൂടുന്ന 3 നേതാക്കളെയും, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ സാധിച്ചത്. നിലവിൽ GV ഹരി പറഞ്ഞ ഒരു കണക്കുണ്ട്. ഇതിൽ GV ഹരി ആരുടെ ഗ്രൂപ്പാണ് എന്ന് കൃത്യമായി തന്നെ ആ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിലവിൽ ഓരോ ഗ്രൂപ്പുകാരും, കോൺഗ്രസിനുള്ളിലെ ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ നിലപാടുകളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഒരു ക്രൈറ്റീരിയ മുഖ്യമന്ത്രി പദത്തിൽ ഇതുവരെയും പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് പറയാനോ KPCC അധ്യക്ഷന് പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേതാക്കളുമായി ഘടകകക്ഷി നേതാക്കളുമായി നിരീക്ഷകർ ചർച്ച നടത്തുന്നു. അത്ര പെട്ടെന്ന് കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം സമവായത്തിലെത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓരോ ഗ്രൂപ്പുകളും കൃത്യമായി കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തലപൊക്കി ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനകത്തുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന
നിയന്ത്രിക്കുന്ന സംവിധാനമായി മുസ്ലിം ലീഗ് കേരളത്തിൽ മാറിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കൾ സാഷ്ടാംഗം വണങ്ങുന്ന തരത്തിലേക്ക് ലീഗിൻ്റെ നേതാക്കൾക്ക് മുന്നിൽ ചെന്ന് നിൽക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷി നേതാക്കളുടെ നിലപാടും കൂടി പരിഗണിച്ച് മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് VD സതീശനെ നിലവിലെ സാഹചര്യത്തിൽ ലീഗ് പിന്തുണയ്ക്കുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നത്. ലീഗ് അത് പരസ്യമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി തന്നെ പല ഘട്ടങ്ങളായി VD സതീശൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു, അനുകൂലമായ നിലപാടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി സംഭവിച്ച ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ നിരീക്ഷകരൊക്കെ ഈ KPCC ഓഫീസിനുള്ളിൽ ചർച്ച നടത്തുമ്പോഴും ഓരോ നേതാക്കളും ഓരോ MLA-മാരെ പിടിച്ചു നിർത്തി ഈ KPCC ഓഫീസിലെ മൂലകളിൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ്. മൂലകൾ ചാരി നിന്നുകൊണ്ട് ഗ്രൂപ്പുകൾ പറഞ്ഞ് പഴയ ഗ്രൂപ്പുകളെയൊക്കെ തട്ടി ഉണർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, നിലവിൽ ഈ സമവാക്യത്തിലൂടെ കോൺഗ്രസിനുള്ളിൽ കൃത്യമായി മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഒരു ക്രൈറ്റീരിയ AICC മുന്നോട്ട് വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ എന്താണെന്ന് AICC വ്യക്തമാക്കിയാൽ മാത്രമേ ആരായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കുള്ളൂ. അതേസമയം തന്നെ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. KC വേണുഗോപാൽ MP ആയിരിക്കുന്നവർ മത്സരിക്കേണ്ട, മുഖ്യമന്ത്രി പദത്തിലേക്ക് താൻ വരില്ല എന്ന് KC വേണുഗോപാൽ നേരത്തെ തന്നെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രതികരിച്ചതാണ്. ജി സുധാകരനെ അടക്കമുള്ളവർ വ്യക്തമാക്കിയതും അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ സമവാക്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ അതങ്ങനെ മാറി മറിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. KC വേണുഗോപാൽ പരസ്യമായി തന്നെ നിരീക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, AICC നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, തനിക്ക് ഇത്ര നമ്പർ MLA-മാരുമായി അടുത്ത രീതിയിൽ അവർ തന്നെ പിന്തുണയ്ക്കും എന്ന ഒരു വ്യക്തമായ ധാരണ AICC നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേ സമാനമായ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും AICC നേതൃത്വത്തിനും നിരീക്ഷകർക്ക് മുന്നിലും തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ എത്ര പേർക്കൊപ്പം എന്ന സംബന്ധിച്ചുള്ള ഒരു കൃത്യത ഇതുവരെ വരുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ KC വേണുഗോപാൽ അവകാശപ്പെടുന്നത് തന്നോടൊപ്പം 46 പേരുണ്ട്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് നമ്മൾ അനൗദ്യോഗികമായെങ്കിലും ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം 23 MLA-മാർ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണയ്ക്ക് എത്തും എന്നൊക്കെ ഓരോ ഗ്രൂപ്പുകാർ ഓരോ തരത്തിൽ പറയുന്നു. ഇതിനെയൊക്കെ എങ്ങനെ മറികടന്ന് മുഖ്യമന്ത്രിയെ കണ്ടെത്തും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. അല്പസമയം മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാവായ GV ഗിരിയെ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുമ്പോൾ പ്രത്യേകിച്ച് KC വേണുഗോപാലിന് അനുകൂലമായി 50 MLA-മാർ എന്ന് പറയുന്നു. അങ്ങനെ ഓരോ നേതാക്കളും ഓരോ തരത്തിലുള്ള നമ്പർ പറയുന്നു. എന്തായിരുന്നാലും അടിസ്ഥാനപരമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു അടി യാതൊരു കാരണവശാലും സമവായത്തിലെത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം AICC പരിഹരിച്ചാൽ പോലും വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ നീറലായി തന്നെ തുടരും എന്നതിന് സംശയമില്ല. കാരണം അത്തരത്തിൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ, പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു തരത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ശൈലിയും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് AICC നേതാക്കൾ അല്ലെങ്കിൽ AICC അധ്യക്ഷൻ കൃത്യമായി ഒരു നേതാവിനെ പ്രഖ്യാപിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിനുള്ളിൽ ഈ അടി തീരില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി, അതെ, അതുതന്നെയാണ് വിനീഷ്. കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിൽ അങ്ങനെ പൊരിഞ്ഞ പോര് തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അവകാശവാദങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ കാര്യം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഏതു രീതിയിൽ സമവായത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശയക്കുഴപ്പമായി തന്നെ നിലനിൽക്കുകയാണ്.